നാളെ ഇപ്പം നമ്മുടെ സ്വപ്ന പദ്ധതി നീരണിയുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിനകത്തൊരു ക്ലാരിറ്റിയും കൂടി വന്നാൽ എനിക്ക് തോന്നുന്നു ഇന്നിപ്പം അനാവശ്യമായ ചർച്ചകൾ നടക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്നൊരു വിഷയത്തിലാണ്. അതിൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ സംഭവിച്ചതല്ലേ? ഇതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം അത് തയ്യാറാക്കിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് എന്താണ് ദിവ്യ സേർക്ക് പറയാനുള്ളത്? അല്ല, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചതാണ്. ക്ഷണം നൽകിയിട്ടുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇടമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവിധ ആശംസകളും നേരുന്നു ദിവ്യ സയ്യർ. ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ, വരും ദിനങ്ങളിലും ഉഷാറായി തന്നെ മുന്നോട്ട് പോകട്ടെ. ഈ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം വന്നു, അപ്പം അത് പിന്നീട് ഒരു വലിയ ചർച്ചയായി. ആളുകൾക്ക് വിഴിഞ്ഞത്ത് വരാനും ഈ നമ്മുടെ പദ്ധതി കാണാനും ഒക്കെയുള്ളൊരു അവസരം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇതിനു മുൻപും പലരും വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ്. അപ്പം പ്രേക്ഷകരെ ക്ഷണിക്കുന്നു, കുടുംബസമേതം നിങ്ങൾ വരൂ അല്ലേ, ഒന്ന് കാണൂ. തീർച്ചയായിട്ടും.